ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഡോക്ടർ ഉണിമയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈഗ്രെയിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മൈഗ്രെയിനെ കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോസ് ഇട്ട സമയങ്ങളിൽ എന്നോട് കുറച്ച് പേര് മൈഗ്രെയിനെ കുറിച്ച് ധാരാളം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളും അതുകൂടാതെ കുറച്ച് ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് മൈഗ്രെയിൻ? മൈഗ്രെയിൻ ഒരു സാധാരണ തലവേദനയല്ല. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. മൈഗ്രെയിൻ വന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരോട് പലരും പറയുന്ന കാര്യമായിരിക്കും, ഒരു തലവേദനയല്ലേ, ഒരു സാധാരണ തലവേദനയല്ലേ, ഒരു തലവേദനയ്ക്കാണോ ഇങ്ങനെയൊക്കെ കളിക്കുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം. പലപ്പോഴും മൈഗ്രെയിൻ ഉള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും ഇത് തന്നെയായിരിക്കാം, തൻ്റെ അവസ്ഥ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നത്. ഇനി എന്താണ് മൈഗ്രെയിൻ? മൈഗ്രെയിൻ എന്ന് പറയുന്നത് തലച്ചോറിലെ രക്തക്കുഴലുകളെയും നാഡികളെയും ബാധിക്കുന്ന ഒരു നാഡീരോഗമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അതിൽ പലപ്പോഴും രക്തക്കുഴലുകളും അതുപോലെ തന്നെ നാഡികളും ഇൻവോൾവ് ആണ്. നമ്മൾ പറയും ത്രോബിങ് പെയിൻ എന്നൊക്കെ പറയും. അതായത് വളരെ ശക്തമായിട്ടുള്ള വേദനയാണ് മൈഗ്രെയിൻ ഉള്ള വ്യക്തികൾ തലയിൽ അനുഭവിക്കുന്നത്. എന്തൊക്കെയാണ് മൈഗ്രെയിൻ വരാനുള്ള കാരണങ്ങൾ? ഏറ്റവും ആദ്യം ഫാമിലി ഹിസ്റ്ററിയാണ്. ഇനി അത് കൂടാതെ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് അല്ലെങ്കിൽ ക്രമം തെറ്റിയ ഉറക്ക രീതി. അതുകൊണ്ട് തന്നെ അമ്മമാരിൽ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. അതായത് സ്ത്രീകളിൽ പ്രസവശേഷം ഈ പറയുന്ന മാനസിക സമ്മർദ്ദവും ക്രമം തെറ്റിയ ഉറക്ക രീതികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രസവശേഷം സ്ത്രീകളിൽ കൂടുതലായിട്ട് മൈഗ്രെയിൻ കണ്ടുവരുന്ന ഒന്നാണ്. പിന്നെ തലച്ചോറിൽ വരുന്ന രാസവസ്തുക്കളുടെ മാറ്റം മൈഗ്രെയിൻ ഉണ്ടാക്കാം. അതുകൂടാതെ തലച്ചോറിലെ രക്തക്കുഴലുകളിൽ വരുന്ന മാറ്റവും മൈഗ്രെയിന് കാരണമാണ്. അപ്പം ഇത്രയും കാരണങ്ങളാണ് മൈഗ്രെയിൻ വരാൻ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. എന്തൊക്കെയാണ് മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ഇതെല്ലാവരിലും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ തലവേദനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് പൊതുവെ കണ്ടുവരുന്നത് മൂഡ് സ്വിങ്സ്, അതായത് നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ മെമ്മറിയിലേക്ക് തികട്ടി വരിക. അതുമൂലം നമുക്ക് ദേഷ്യം, സങ്കടം, ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന മൂഡ്സ് ഉണ്ടാവാം. അതുകൂടാതെ കൈകാലുകളിൽ ചൂട് അനുഭവപ്പെടുക, അല്ലെങ്കിൽ കൈകാലുകളിൽ ഇങ്ങനെ ഒരു മുറുകുന്ന ഫീൽ അനുഭവപ്പെടുക. പിന്നെ ലൈറ്റ് ഫ്ലാഷ്, അതായത് കണ്ണിന് മുന്നിൽ ലൈറ്റ് ഉണ്ടെന്നുള്ളൊരു തോന്നൽ, ഒരു ലൈറ്റിംഗ് ഫീലിംഗ് ഉണ്ടാവുക. അതുകൂടാതെ കാഴ്ച മങ്ങുന്ന പോലൊരു ഫീലിംഗ് ഉണ്ടാവുക. ഇതൊക്കെ ചിലരിൽ തലവേദനയ്ക്ക് മുമ്പായിട്ട് കണ്ടുവരാറുണ്ട്. തലവേദനയുടെ സമയത്ത് പൊതുവെ കണ്ടുവരുന്നത് തല ചുറ്റുന്ന പോലൊരു തോന്നലുണ്ടാവും. പിന്നെ അത് കൂടാതെ ശബ്ദത്തോടുള്ള ബുദ്ധിമുട്ട്, വെളിച്ചത്തോടുള്ള ബുദ്ധിമുട്ട്, അതുകൂടാതെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് വളരെ ശക്തമായിട്ടുള്ള തലവേദന, ഛർദ്ദിക്കാൻ വരുന്നത് പോലെയുള്ള തോന്നലും അതുപോലെ ഛർദിയോ കണ്ടുവരാറുണ്ട്. അടുത്തത് നമുക്ക് മൈഗ്രെയിൻ ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേറ്റവും ആദ്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ വൈകി ഭക്ഷണം കഴിക്കുക. രണ്ടാമതായിട്ട് ശക്തമായിട്ടുള്ള വെയിൽ കൊള്ളുക എന്നതാണ്. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത്, ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ട്രാവൽ ചെയ്യാൻ കഴിയാറില്ല മൈഗ്രെയിൻ കാരണം എന്ന്. അത്തരക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, ട്രാവൽ ചെയ്യുന്നു എന്നതുകൊണ്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നില്ല. ട്രാവൽ ചെയ്യുന്ന സമയത്തിൽ ഇത്തരത്തിലുള്ള ട്രിഗേഴ്സ് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ആ ട്രിഗേഴ്സ് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, ട്രാവൽ ഇഷ്ടമാണെങ്കിൽ. അടുത്തതായിട്ട് ചായ, കാപ്പിയാണ്. ചായയും കാപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. പക്ഷേ എന്ത് ചെയ്യാം, അമിതമാവാതെ, അധികമാവാതെ അതിനെ ബാലൻസ് ചെയ്ത് ഒന്ന് ക്രമപ്പെടുത്തി കൊണ്ടുപോവാം. അടുത്തത് ചോക്ലേറ്റ് ആണ്. പിന്നെ ചീസ് കഴിക്കുന്നതിൽ ട്രിഗർ ഉണ്ടാവുന്നുണ്ട് ചിലർക്ക്. മദ്യം കഴിക്കുന്നത് ചിലരിൽ ട്രിഗർ ഉണ്ടാക്കാറുണ്ട്. അതുകൂടാതെ ഉറക്കത്തിൻ്റെ ക്രമം തെറ്റുന്നത്, അതുകൊണ്ട് ചിട്ടയായിട്ടുള്ള ഉറക്കം പാലിക്കുക. സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ആണ്. അപ്പോൾ ഈ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി നമുക്കൊരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പഠിക്കാൻ പറ്റും. നമുക്ക് പല രീതികളിൽ, ഇഷ്ടമുള്ള രീതികളിലൊക്കെ സ്ട്രെസ്സിനെയും ആങ്സൈറ്റിനെയും മാനേജ് ചെയ്യാം. ഇനി അതുകൂടാതെ അമിതമായിട്ടുള്ള വെളിച്ചം, നമ്മൾ കണ്ണുകളിലൊക്കെ അമിതമായിട്ടുള്ള വെളിച്ചവും ലൈറ്റും ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാക്കാം. അതുകൂടാതെ സ്ക്രീൻ ടൈം ഒത്തിരി ഉപയോഗിക്കുന്നവർ. അതുപോലെ മറ്റൊരു കാരണമാണ് ഈ ഒരു സ്മെൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ, നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമുകളിൽ, അതുപോലെ തന്നെ സൺസ്ക്രീൻസോ, ഇനി അതുപോലെ ഷാംപൂ, കണ്ടീഷണർ, ഇതിൻ്റെയൊക്കെ സ്മെല്ല് ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാക്കാം, മൈഗ്രെയിൻ ട്രിഗേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ട്രിഗേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ഇത് നിങ്ങൾക്ക് ഏതാണെന്ന് കണ്ടെത്തിയിട്ട്
ഇതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരാതെ പോവാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, അടുത്തതായിട്ട് ഇതെന്തുകൊണ്ടാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നത് എന്നാണ്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ത്രീകളിലുള്ള ഹോർമോൺ വ്യതിയാനമാണ്. ഇപ്പോൾ മാസാമാസം പീരീഡ്സ് ആവുന്നത് തന്നെ സ്ത്രീയുടെ ശരീരത്തിലൊരു ഹോർമോൺ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടാണ്. അതുകൂടാതെ പ്രഗ്നൻസി, ഡെലിവറി, പോസ്റ്റ് പാർട്ടം ആൻഡ് ഒരു സമയം എത്തുമ്പോൾ പീരീഡ്സ് നിൽക്കുകയാണ്, മെനോപോസ്. അപ്പോൾ ഇതെല്ലാം ഹോർമോൺസിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് മൈഗ്രെയിൻ ഒരു പ്രധാന കാരണമാണ്. അതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീയിൽ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഹോർമോണിൽ മാറ്റം വരുന്നു. അവിടെ സ്ത്രീകളുടെ സ്ട്രെസ്സ് ആരംഭിക്കുകയാണ്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീരീഡ് ആണെങ്കിൽ പോലും സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു സാക്രിഫൈസും സ്ട്രെസ്സും അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മെനോപോസിൻ്റെ സമയത്താണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ശരീരത്തിന് കൂടുതൽ ചൂട്, അമിതമായിട്ടുള്ള ചൂട് അനുഭവപ്പെടും, പിന്നെ ചൊറിച്ചിൽ, പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. കൂട്ടത്തിൽ ഹോർമോണിൻ്റെ ഇറഗുലേഷൻ ഉണ്ടാകും. ആൻഡ് ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാർ കൂടെ ഉണ്ടാകുമ്പോൾ ആ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ വളരെയധികം വർദ്ധിക്കും. ആൻഡ് വളരെ ശക്തമായിട്ട് തന്നെ മൈഗ്രെയിൻ ആ സമയങ്ങളിൽ കാണാറുണ്ട്. ആൻഡ് ഈ പീരീഡിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളിൽ ഈ പറയുന്ന പ്രഗ്നൻസി കഴിഞ്ഞു ആൻഡ് പോസ്റ്റ് പാർട്ടം ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സ്ത്രീകളിൽ കണ്ടുവരുന്ന കാര്യമാണ് മൈഗ്രെയിൻ്റെ കോമ്പിനേഷൻസ് കാണാറുണ്ട്. അതായത് പാനിക് അറ്റാക്ക്, ഹൈപ്പർ വെന്റിലേഷൻ, ഇതൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഹൈ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൈഗ്രെയിനെ കുറിച്ചുള്ള എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാനിവിടെ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.